أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه ينيب. اللهم اغفر لنا ولوالدينا ولمشائخنا يا رب العالمين. الحمد لله. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ അധ്യായമായ സൂറത്തുൽ യൂസുഫിലെ 1 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇന്ന് 24, 25 എന്ന 2 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിനെ ഈജിപ്തിലെ ഗവർണറായ അബ്ദുൽ അസീസിൻ്റെ ഭാര്യ സുലൈഖ വശീകരിക്കാൻ ശ്രമിക്കുകയും അവിഹിത ബന്ധത്തിലേക്ക് നിർബന്ധിക്കുകയും ചെയ്ത പശ്ചാത്തലവും, ആ സന്ദർഭത്തിൽ മആദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുകയാണ്, ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എൻ്റെ റബ്ബാണ് എനിക്കാവശ്യമായ എല്ലാ നിഅമത്തുകളും തയ്യാറാക്കി ഒരുക്കി തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാപകർമ്മത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ച യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് 23-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. 24-ാമത്തെ ആയത്ത്, ഓലഖദ്, തീർച്ചയായും, ഹമ്മത് ബിഹി, സുലൈഖ യൂസുഫ് അലൈഹിസ്സലാം മിൽ ആഗ്രഹം ജനിച്ചു. സുലൈഖക്ക് യൂസുഫ് അലൈഹിസ്സലാമിൽ ആഗ്രഹം ജനിച്ചു. അതിൻ്റെ പേരിലാണല്ലോ സുലൈഖ അണിഞ്ഞൊരുങ്ങുകയും യൂസുഫ് അലൈഹിസ്സലാമിനെ ഹൈത്തലക്, ഞാനിതാ നിനക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നു, എന്നിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആയത്തിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ നിർബന്ധിച്ചത്. ഹമ്മ ബിഹ, യൂസുഫ് അലൈഹിസ്സലാമിന് സുലൈഖയിലും ആഗ്രഹം ജനിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ അല്പം പോലും സുലൈഖയോട് ഇഷ്ടമോ പ്രേമമോ താല്പര്യമോ സുലൈഖയുടെ ഭംഗിയിലുള്ള കൗതുകമോ താല്പര്യമോ ഒന്നുമില്ലാത്തതിൻ്റെ പേരിലല്ല യൂസുഫ് അലൈഹിസ്സലാം ഈ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. മറിച്ച് സുലൈഖയുടെ ഭംഗിയും സുലൈഖയുടെ സൗന്ദര്യവും യൂസുഫ് അലൈഹിസ്സലാം കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്ന നിലയിൽ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആഗ്രഹം ജനിച്ചിട്ടുമുണ്ട്. ആ ആഗ്രഹമുണ്ടായിരിക്കെയാണ് യൂസുഫ് അലൈഹിസ്സലാം ഈ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതല്ലാതെ സുലൈഖയെ കാണാൻ ഭംഗിയില്ല, സുലൈഖ സുന്ദരിയല്ല, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന് അത്തരത്തിലുള്ള വികാരങ്ങളൊന്നും മനസ്സിലില്ലാത്ത ഒരു മലക്കിന് തുല്യമായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതൊരിക്കലും ഒരു പരീക്ഷണമായി മാറൂല. യൂസുഫ് അലൈഹിസ്സലാം ഒരു നബിയാണ്, മനുഷ്യരിൽ നിന്നുള്ള നബിയാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുണ്ടാകുന്ന വിചാരങ്ങളെല്ലാം ഒരു നബിക്കുണ്ടാവും. അത്തരം വികാരങ്ങളും പാപം ചെയ്യാനുള്ളൊരു വിചാരം പോലും മനസ്സിലേക്ക് വരാത്ത ആളുകളുണ്ടെങ്കിൽ അത് മലക്കുകൾ മാത്രമാണ്. മനുഷ്യരങ്ങനല്ലല്ലോ. യൂസുഫ് അലൈഹിസ്സലാം മനുഷ്യനാണ്, നബിയാണ്. മനസ്സിൽ ആഗ്രഹം വന്നിട്ടുണ്ട്. ആഗ്രഹം വന്നതിനോടൊപ്പമാണ് യൂസുഫ് അലൈഹിസ്സലാം ആ പാപകർമ്മത്തിൽ നിന്ന് അകന്നു നിന്നത്. ആ പാപകർമ്മത്തിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാമിന് രക്ഷപ്പെടാൻ സാധിച്ചത്. അപ്പോഴാണ് അതൊരു പരീക്ഷണമായി മാറുക. അപ്പോഴാണ് യൂസുഫ് അലൈഹിസ്സലാം നിർവഹിച്ച ആ തഖ്വ, ആ സൂക്ഷ്മത, ആ ഭയഭക്തി, അതെത്രമാത്രം അത്ഭുതകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹു തുടർന്ന് പറയാണ്, ലൗലാ അർറആ ബുർഹാന റബ്ബി, യൂസുഫ് അലൈഹിസ്സലാം എങ്ങാനും അള്ളാഹുവിൽ നിന്നുള്ള പ്രമാണത്തെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാം ആ പാപകർമ്മത്തിൽ പെട്ടുപോകുമായിരുന്നു. അള്ളാഹുവാണ് യൂസുഫ് അലൈഹിസ്സലാമിനെ ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീക്ക് നൽകിയത്. അള്ളാഹു നൽകിയ നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെ
ആ പ്രകാശത്തിൻ്റെ പേരിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അള്ളാഹു നൽകിയ ആ ഹൃദയസ്ഥൈര്യത്തിൻ്റെ പേരിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം രക്ഷപ്പെടുത്തിയത്. അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ ആ പ്രകാശത്തിൻ്റെ പേരിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അള്ളാഹു നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചതിൻ്റെ പേരിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാം ആ തിന്മയിൽ നിന്ന്, ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഹറാമിനോട്, ആ പാപകർമ്മത്തോട്, സുലൈഖയുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള മാനസിക താല്പര്യവും ആഗ്രഹം ജനിച്ചിട്ടുണ്ടെങ്കിലും, മനസ്സിൽ ആഗ്രഹവും താല്പര്യവും വരാം, പക്ഷെ അതിന് ശിക്ഷ ലഭിക്കൂല. അത് കുറ്റകരമല്ല, അത് മാനുഷികമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഇന്നല്ലാഹ കതബൽ ഹസനാത്ത് വസ്സയ്യിആത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ തിന്മകളെ നിർണയിച്ചിരിക്കുന്നു, കൃത്യപ്പെടുത്തിയിരിക്കുന്നു. സുമ ബയ്യന, അതിനുശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയാണ്. ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഉദാഹരണത്തിന് ബലിപെരുന്നാളിന് ഉളുഹിയത്ത് അറക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഷെയർ ചേരാനുള്ള പൈസ പെട്ടെന്ന് അയാളെ കയ്യിലില്ല, എടുക്കാനുണ്ടായില്ല. ചേരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, അതിന് നിയ്യത്തും ചെയ്തു. പണം കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഈ വർഷം ഷെയറിന് കൂടാൻ സാധിച്ചില്ല, ഉളുഹിയത്ത് അറക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും അയാൾ ആ സൽക്കർമ്മം ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഹസനത്ത്, ഒരു നന്മ, ഒരു പ്രതിഫലം അവന് വേണ്ടി എഴുതി വെക്കുന്നതാണ്. വൈൻ ഹമ്മ ബിഹ, ഇനി ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു. ഫഅമിലഹ, ആ നന്മ ചെയ്യുകയും ചെയ്തെങ്കിൽ കതബഹല്ലാഹു ഇൻദഹു അശറ ഹസനാത്തിൻ ഇലാ 700 ളഅഫിൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് 10 നന്മകൾ, 10 പ്രതിഫലം, അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ 30, 70 ഇരട്ടിയോളം പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ചെയ്ത സൽക്കർമ്മത്തിന് നൽകും. അത് അവൻ്റെ ഇഖ്ലാസിൻ്റെയും നിയ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അവൻ്റെ ഇഖ്ലാസിൻ്റെ അളവ് നോക്കിയിട്ട് നല്ല ഇഖ്ലാസാണെങ്കിൽ 70, ആ സൽക്കർമ്മത്തിൻ്റെ പോരിശ് എത്രമാത്രം അഹിതമാകുന്നു അതിനനുസരിച്ച് 30 അല്ലെങ്കിൽ 20 കൂടിയും കുറയുകയും ചെയ്യും. എന്നാൽ വൈൻ ഹമ്മ ബി സയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില, ഒരാൾ ഒരു പാപകർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഹറാം, ഒരു ഫാഹിഷത്ത്, ഉദാഹരണത്തിന് ഒരു കളവ് പറയാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു വ്യഭിചാര ബന്ധത്തിലേർപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ അവസാന മൂമെൻറ്റിൽ, ലാസ്റ്റ് മൂമെൻറ്റിൽ തീരുമാനിച്ചുറപ്പിച്ചെല്ലാം ചെയ്തു. പക്ഷേ അവസാന ലാസ്റ്റ് മൂമെൻറ്റിൽ അയാൾക്ക് ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അയാൾ മനസ്സിനെ നിയന്ത്രിച്ചു. കള്ളം പറയേണ്ടിടത്ത് കള്ളം പറയാതിരുന്നു. വ്യഭിചരിക്കാനുള്ള എല്ലാ പ്ലാനും ചെയ്തു. എല്ലാവിധ സൗകര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഒത്തുവന്നു. ആ സാഹചര്യത്തിൽ അവസാന മൂമെൻറ്റിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ പാപകർമ്മം ഉപേക്ഷിച്ചാൽ അവനൊരു പ്രതിഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ പാപകർമ്മം ഉപേക്ഷിച്ചാൽ പോലും പ്രതിഫലമാണ്. ഇനിയോ വൈൻ ഹമ്മ ബിഹ ഫഅമിലഹ കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദ, ഒരു പാപകർമ്മം ചെയ്യാൻ തീരുമാനിച്ചു, അത് ചെയ്യുകയും ചെയ്താൽ ഒരൊറ്റ പാപം മാത്രമേ, ഒരൊറ്റ തിന്മ മാത്രമേ അവൻ്റെ പേരിൽ എഴുതപ്പെടുകയുള്ളൂ. നോക്കണേ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്രത്തോളം വിശാലമാണെന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഒരു സൽക്കർമ്മം തീരുമാനിച്ച് ചെയ്താൽ 10 മുതൽ 70 വരെയുള്ള പ്രതിഫലം. അതേസമയം ഒരു പാപകർമ്മം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്യുകയും ചെയ്താൽ ഒരൊറ്റ സയ്യിഅത്ത്, ഒരൊറ്റ ശിക്ഷയുടെ അളവ് മാത്രമേ അവൻ്റെ പേരിൽ എഴുതി വെക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്താണിത്. അപ്പോൾ മനസ്സിൽ ആഗ്രഹം സ്വാഭാവികമായിട്ടും വരാം. ഇതോട് തന്നെ ചേർത്ത് വായിക്കേണ്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസുണ്ട്. മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. നബി തങ്ങൾ പറയാണ്, വഫീ ബുളൈ അഹദിക്കും സദഖത്തുൻ, നിങ്ങളിലെ ഒരാൾ ഹലാലായ രീതിയിൽ തൻ്റെ ഭാര്യയെ സമീപിക്കുകയാണെങ്കിൽ, ലൈംഗിക ബന്ധത്തിന് വേണ്ടി സമീപിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു സദഖയുടെ പ്രതിഫലമുണ്ട്. സഹാബാക്കൾക്ക് വലിയ അത്ഭുതമായി. അവർ ചോദിച്ചു, അയഅതി അഹദുന ശഹവതഹു യാ റസൂലല്ലാഹ് വയകൂനു ലഹു ഫീഹ അജ്റുൻ, ഞങ്ങളിലെ ഒരാൾ തൻ്റെ ലൈംഗിക താല്പര്യത്തിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ സമീപിക്കുന്നതിലും പ്രതിഫലമുണ്ടോ എന്നാണോ അങ്ങ് പറയുന്നത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, അലൈസ അം വളഅഹ ഫീ ഹറാമിൻ കാന അലൈഹി വിസ്റുൻ,
അവൻ ആ താല്പര്യത്തെ ഹറാമായ രീതിയിലാണ് ചെലവഴിക്കുന്നത്, ഹറാമായ ഒരു അന്യ സ്ത്രീയുടെ അടുക്കലാണ് പോകുന്നതെങ്കിൽ അവന് ശിക്ഷ കിട്ടൂലേ, അവന് കുറ്റം കിട്ടൂല. സഹാബാക്ക പറഞ്ഞു, അത് യാ റസൂലല്ലാഹ്. അവൻ നബി തങ്ങൾ പഠിപ്പിക്കണം, ഫകദാലിക ഇദാ വളഅ ഫി ഹലാലിൻ കാന ലഹു അജ്റുൻ. അവൻ അതിനെ ഹറാമായ രീതിയിലാണ് നിർവഹിക്കുന്നതെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കുമെങ്കിൽ, അതേ കാര്യം ഹലാലായ രീതിയിലാണ് അവൻ നിർവഹിക്കുന്നതെങ്കിൽ, അവനവൻ്റെ ഭാര്യയാണ് തൻ്റെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി സമീപിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കും, അവൻ്റെ പേരിൽ പ്രതിഫലം ലഭിക്കും. അപ്പോൾ മനസ്സുകൊണ്ട് ഇച്ഛിക്കുന്നതിന്, മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നതിന് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങളാണെങ്കിൽ പ്രതിഫലം നൽകും, തിന്മയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയൊന്നും നൽകൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യൂസുഫ് അലൈഹിസ്സലാം ഒരു മനുഷ്യനാണ്. മനുഷ്യന്മാരുടെ മനസ്സിൽ വിചാരങ്ങളുണ്ടാവും, മലക്കുകളെ പോലെ അല്ലല്ലോ. മലക്കാണെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പങ്കുവച്ച നബിതങ്ങളുടെ ജീവിതത്തിലുണ്ടായ അങ്ങനെ മാനസിക താല്പര്യത്തെ പറ്റിയുള്ള ഹദീസുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 2 തവണ മാത്രമാണ് എൻ്റെ മനസ്സിൽ പാപം ചെയ്യാനുള്ള ആഗ്രഹവും താല്പര്യവും തോന്നിയത് ജീവിതത്തിലുടനീളം. ആ 2 തവണയും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൗമാര കാലഘട്ടത്തിൽ അബൂ താലിബിൻ്റെ അടക്കമുള്ള മക്കയിലെ പ്രമാണിമാരുടെ ആടുകളെ വെക്കുമായിരുന്നു, ബനു ഹാഷിമിൻ്റെ ഒക്കെ. അങ്ങനെ ഒരു പാതിരാത്രി ആടുകളെ മേച്ച് നബിതങ്ങളുടെ കൂടെ ആടിനെ മേക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യുവാവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആടിനെ നോക്കാൻ ഏൽപ്പിച്ച് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ യുവാക്കളായിട്ടുള്ള ആളുകൾ അവർ രാക്കഥ പറഞ്ഞിരിക്കുന്നിടത്ത് പോയിരിക്കാൻ, അവരോടൊപ്പം ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. അക്കാലഘട്ടത്തിലൊക്കെ രാത്രി കാലങ്ങളിൽ സംഗീതത്തിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി ആളുകൾ രാക്കഥ പറഞ്ഞിരിക്കും. അപ്പം നബിതങ്ങൾ ആ സംഗീതം ആസ്വദിക്കാനോ ആ ലഹരിയിലേക്കോ അല്ല പോയത്, മറിച്ച് അവർ കൂടിയിരിക്കുന്ന ആ കഥ പറഞ്ഞിരിക്കുന്നിടത്ത് പോയി ഒന്ന് ഇരിക്കണം എന്ന് മാത്രമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. പോകുന്ന വഴിയിൽ അവിടെ മക്കയിലെ ഒരു വിവാഹ സദസ്സ്, വിവാഹവേദി കണ്ടു. അവിടെ വലിയ വാദ്യോപകരണങ്ങളോടുകൂടിയുള്ള സംഗീത നിശ നടക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് കേൾക്കണമല്ലോ എന്ന ആഗ്രഹം തോന്നി. ഇത് പ്രവാചകത്വത്തിൻ്റെ മുമ്പ്, പ്രവാചകൻ്റെ വിവാഹത്തിന് മുമ്പ് കൗമാര കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. കാണണം, കേൾക്കണം എന്ന ആഗ്രഹത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുന്നത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. ഫമാ ഐഖളനി ഇല്ലാ മസ്സു ശംസ്. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചുയർന്ന് അതിൻ്റെ ചൂടേറ്റിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഹറാമിൽ നിന്ന്, ആ പാപകർമ്മം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ ഇവിടെ രക്ഷപ്പെടുത്തിയതുപോലെ സമാനമായ അനുഭവം മറ്റൊരിക്കൽ കൂടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ഇതുപോലെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോവുകയും പിറ്റേ ദിവസം സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നത്. അള്ളാഹു പറയുന്നു, കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ. അപ്രകാരം തിന്മയും നീചവൃത്തിയും അവനിൽ നിന്ന് നാം സംഭവിക്കാതിരിക്കാൻ അവനെ നാം തിരിച്ചുവിട്ടു. യൂസുഫ് അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചുവിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാവൽ. നമ്മൾ പലതരത്തിലുള്ള ഷറിൽ നിന്ന് കാവൽ തേടും, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടും. നമ്മൾ ഏറ്റവും കൂടുതൽ കാവൽ തേടേണ്ടത് ഷെയ്ത്താനിൻ്റെ, ഇബ്ലീസിൻ്റെ ഷറിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നാസിൻ്റെ ആശയം ഉള്ളടക്കം എന്താണ്? ഷെയ്ത്താനിൽ നിന്നുള്ള, ഇബ്ലീസിൽ നിന്നുള്ള കാവൽ തേടലാണ്. പാപകർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള അള്ളാഹുവോടുള്ള തൗഫീക്കിനെ തേടലാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അള്ളാഹു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഹിദായത്ത് നൽകണം, തഖ്വ നൽകണം, വൽ അഫാഫ് ഫാഹിഷത്ത്, വ്യഭിചാരം പോലെയുള്ള മ്ലേച്ഛ കർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണം, വൽ ഗിന, സാമ്പത്തികമായുള്ള ബർക്കത്ത്, റാഹത്ത് നൽകണം. അപ്പം പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹുവോട് നമ്മൾ ചോദിച്ചു വാങ്ങണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ശകലും ബിൻ ഹുമൈദുൽ അബസി എന്ന് പറയുന്ന സഹാബി ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് അല്ലിംനി തഅവ്വുദൻ അതഅവ്വദു ബിഹി. യാ റസൂലുള്ളാഹ്, എനിക്ക് കാവൽ തേടാൻ ചില കാവൽ വചനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞു.
ഫഅഖദ ബികഫി, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശക്കൽ ഇബ്നു ഹുമൈദ് എന്ന് പറയുന്ന ആ സഹാബിയുടെ കഫ് പിടിച്ചു. കഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻകൈ, ഈ ഭാഗം, ഉള്ളകൈയുടെ ഭാഗം പിടിച്ചു. അത്ര സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുക. അതാണ് കഫ്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുത്തത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഈ, അള്ളാഹുവെ എൻ്റെ കേൾവിയുടെ ശർറിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ, എൻ്റെ ചെവി കൊണ്ട് ഹറാമുകളൊന്നും നീ കേൾപ്പിക്കല്ലേ. വമിൻ ശർരി ബസരി, അള്ളാഹുവെ എൻ്റെ കണ്ണിനെ എല്ലാവിധ ഹറാമുകളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. വമിൻ ശർരി ലിസാനി, എൻ്റെ നാവിനെ ഹറാമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. വമിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തെ പാപകർമ്മത്തിനോട് താല്പര്യമുണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണമേ. വമിൻ ശർരി മനീയി, അള്ളാഹുവെ വ്യഭിചാര ബന്ധത്തിൽ നിന്ന്, ഗുഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പാപകർമ്മങ്ങളിൽ നിന്ന്, അള്ളാഹുവെ എൻ്റെ മനീയിൻ്റെ ഷെറിൽ നിന്ന്, എൻ്റെ സ്പേമിൻ്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ പതിവാക്കുമായിരുന്നു, തൻ്റെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഇപ്രകാരമുള്ള ദുആകൾ മനഃപ്പാഠം പഠിച്ച് സ്ഥിരമാക്കി പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിന് ആഗ്രഹങ്ങളുണ്ടാവും, ശൈത്താൻ്റെ ശർറുണ്ടാവും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് നമുക്ക് സാധിക്കില്ല. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, യൂസുഫ് അലൈഹിസ്സലാം തീർച്ചയായും നമ്മുടെ ഇഖ്ലാസുള്ള നിഷ്കളങ്കരായ അടിമകളിൽ പെട്ടവരാകുന്നു. യൂസുഫ് അലൈഹി വസല്ലം മുഖ്ലിസ് ആയതിൻ്റെ പേരിലാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഈ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. എന്താ മുഖ്ലിസ് എന്ന് വെച്ചാൽ? ഒരു നന്മ അള്ളാഹുവിൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക, ഒരു തിന്മ അള്ളാഹുവിനെ മാത്രം ഓർത്തിട്ട് ഒരു തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക. അതല്ല ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കൂ, യൂസുഫ് അലൈഹിസ്സലാം അബ്ദുൽ അസീസിൻ്റെ വീട്ടിലുള്ള അടിമയാണ്. അബ്ദുൽ അസീസിന് വേണ്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം ജീവിച്ചതെങ്കിൽ, അബ്ദുൽ അസീസിന് വേണ്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം ഒരു നല്ല കുട്ടിയായി പെരുമാറിയതെങ്കിൽ, അബ്ദുൽ അസീസിൻ്റെ കാണിക്കാൻ വേണ്ടിയാണ് യൂസുഫ് അലൈഹി സ്വലാം പാപകർമ്മത്തിൽ നിന്ന് അകന്ന് ജീവിച്ചതെങ്കിൽ, അബ്ദുൽ അസീസ് വീട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമായിരുന്നു. കാരണം യജമാനിനെയാണ് അദ്ദേഹം ഭയക്കുന്നത്, യജമാനൻ വീട്ടിലില്ല. പക്ഷേ ഈ സംഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള യജമാനൻ അത് അബ്ദുൽ അസീസ് അല്ല, അള്ളാഹുവാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ് യൂസുഫ് അലൈഹി സ്വലാം ശ്രമിച്ചത്. അള്ളാഹു കാണൂലേ എന്നാണ് യൂസുഫ് അലൈഹി സ്വലാം ചിന്തിച്ചത്. അപ്പം മുഖ്ലിസീങ്ങളായിട്ടുള്ള ആളുകൾക്ക്, അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി ജീവിക്കുന്നവർക്ക് പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒത്തുവന്നാലും അവർക്ക് ആ പാപകർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മുഖ്ലിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുനാഫിക്കാണ്. മുനാഫിക്, ഹൃദയത്തിൽ ഈമാനില്ലാത്തവർ, മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. അങ്ങനെയുള്ള ആളുകളുടെ ഒരു സ്വഭാവം, അവർ തെറ്റുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒത്തുവന്നാൽ പാപകർമ്മം ചെയ്യും. ശൈത്താന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിൻ്റെ അടിമകളെ ഞാൻ വൈകേടിലാക്കും എന്ന് പറഞ്ഞ സമയത്ത് ശൈത്താൻ പറഞ്ഞെന്താ? ഖാല ഫബി ഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിൻ്റെ അടിമകളെയെല്ലാം നിൻ്റെ ഇസ്സത്തിൽ സാക്ഷ്യം ഞാൻ വൈകേടിലാക്കുക തന്നെ ചെയ്യും. ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ നിൻ്റെ അടിമയിൽ നിനക്ക് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന, നിനക്ക് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്ന, പാപകർമ്മത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ ഒറ്റക്കാണെങ്കിലും, അവർ ഒറ്റക്കൊരു മുറിയിലാണെങ്കിലും, അവർ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിലും അവരെ എനിക്ക് വഴിപ്പെടുത്താനും അവരെ എനിക്ക് വൈകേടിലാക്കാനും സാധിക്കുകയില്ല എന്ന് ശൈത്താൻ പോലും പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമാക്കി ജീവിക്കുക. നിഫാക്കിൽ നിന്ന്, കപടതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2-ാമത്തെ ആയത്ത്, 25-ാമത്തെ ആയത്ത്, വസ്തബഖൽ ബാബ, അവർ രണ്ടുപേരും വാതിലിൻ്റെ അടുക്കലേക്ക് ഓടി. നോക്കണേ, ഖുർആനിൻ്റെ ഒരു മനോഹാരിത നമ്മൾ ശ്രദ്ധിക്കണം. 2 പദങ്ങൾ, 2 പദത്തിൻ്റെ ഉള്ളിൽ എത്ര ആശയാണ് ഖുർആൻ ഉൾപ്പെടുത്തിയത്. ആ ആയത്തിൽ, ആ 2 പദത്തിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? സുലൈഖ അണിഞ്ഞൊരുങ്ങി മേക്കപ്പെട്ടു, നല്ല വസ്ത്രം ധരിച്ചു, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വന്നു. യൂസുഫ് അലൈഹിസ്സലാമിനോട് സംസാരിച്ചു, വശീകരിക്കാൻ ശ്രമിച്ചു. യൂസുഫ് അലൈഹിസ്സലാം സമ്മതിച്ചില്ല. യൂസുഫ് അലൈഹിസ്സലാം താല്പര്യം കാണിച്ചില്ല. വീണ്ടും സുലൈഖ നിർബന്ധം പിടിച്ചു. യൂസുഫ് അലൈഹിസ്സലാം സമ്മതിച്ചില്ല.
സുലൈഖ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പിടിക്കാൻ ശ്രമിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം നിന്നുകൊടുത്തില്ല. നിർബന്ധപൂർവ്വം ശക്തിയായിട്ട് തന്നിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം കൊതറിയോടി. സുലൈഖ പിറകെ ഓടി വാതിലിൻ്റെ അടുക്കലെത്തി. ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സംഭവത്തെയാണ് കേവലമായിട്ട് 2 പദത്തിൻ്റെ ഉള്ളിൽ ഖുർആൻ ഉൾപ്പെടുത്തിയത്. ആ 2 പദം പറയുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പെന്ത് നടന്നു, അതിൻ്റെ ശേഷം എന്ത് നടന്നു എന്ന് വായനക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അമാനുഷ്യത അത് അല്ലാഹുവിൻ്റെ കലാമിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ വാതിലിൻ്റെ പടിക്കൽ വെച്ച് വഖദ്ദത് ഖമീസഹു മിൻ ദുബ്രിൻ. യൂസുഫ് അലൈഹി സ്വലാം മുമ്പിലാണ്, സുലൈഖ പിറകിലാണ്. പിറകിൽ നിന്ന് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കുപ്പായം പിടിച്ചപ്പോൾ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കുപ്പായം പിറകിൽ നിന്ന് കീറി. ആ കീറിയ സാഹചര്യത്തിൽ വഅൽഫയ സയ്യിദഹാ ലദൽ ബാബ്, അപ്പോഴതാ ആ വാതിലാരോ തുറക്കുന്നു. വാതിൽ തുറന്നപ്പോൾ കാണുന്നത് സുലൈഖയുടെ സയ്യിദ്, സുലൈഖയുടെ യജമാനൻ അബ്ദുൽ അസീസ്. അൽഫ എന്ന പദത്തിൻ്റെ അർത്ഥം അറബിയിൽ കണ്ടെത്തുക, കാണുക എന്നൊക്കെ അർത്ഥം. ഇവിടെ നോക്കൂ, സുലൈഖയുടെ യജമാനൻ എന്നാണ് പറഞ്ഞത്, യൂസുഫിൻ്റെ യജമാനൻ എന്നല്ല പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അതിന് പിറകിലൊരു കാരണമുണ്ട്. കാരണം ആ പദം ഉപയോഗിക്കുന്നതിലൂടെ സുലൈഖയുടെ യജമാനനാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നതിലൂടെ സുലൈഖ ചെയ്ത കുറ്റം എത്രമാത്രം ഗൗരവപരമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുകയാണ്. ഒരു പെണ്ണ് അവിഹിത ബന്ധത്തിലേർപ്പെടുമ്പോൾ അവൾ അവിഹിത ബന്ധത്തിലേർപ്പെടുക എന്നൊരു കേവലമായുള്ള കുറ്റകൃത്യം മാത്രമല്ല അവൾ ചെയ്യുന്നത്. അതിലുപരിയായിട്ട് അവൾ വിശ്വാസ വഞ്ചന കാണിക്കുകയാണ്. പ്രവാസിയായ ഒരാൾ, അയാളുടെ ഭാര്യ നാട്ടിലുണ്ട്. ആ ഭാര്യ വിഹിത ബന്ധത്തിലേർപ്പെടുമ്പോൾ അവളൊരു കുറ്റം, അള്ളാഹുവോടുള്ള ഒരു പാപകർമ്മം, അവിഹിത ബന്ധത്തിലേർപ്പെടുക, വിചാരത്തിലേർപ്പെടുക എന്നൊരു പാപകർമ്മം മാത്രമല്ല ചെയ്യുന്നത്, അതിലുപരിയായിട്ട് തൻ്റെ ഭർത്താവിനോട് വിശ്വാസവഞ്ചന കാണിക്കുകയാണ്. അങ്ങനെ എത്ര വഞ്ചനയിൽ കൂടിയുള്ള, ചതിയിൽ കൂടിയുള്ള മക്കൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേറൊരു ബന്ധത്തിൽ കൂടി ഒരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടി എൻ്റെ ഭർത്താവിൻ്റെ കുട്ടിയാണെന്ന് പറയുന്നു. തൻ്റെ മകന് പോലുമല്ലാത്ത, മോളുമല്ലാത്ത ഒരു കുട്ടിയെ ആ പിതാവ് ജീവിതകാലം മുഴുവൻ പോറ്റി വളർത്തേണ്ടി വരികയാണ്. അത് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വഞ്ചനകളിലൊന്നാണ്, ഏറ്റവും വലിയ ചതികളിലൊന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എത്രമാത്രം ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിൽ നിന്ന്, ഹറാമായ ബന്ധങ്ങളിൽ നിന്ന്, കണ്ണുകൾ കൊണ്ടുള്ള ഹറാമായ നോട്ടത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നുവോ അത്രമാത്രം ഒരാളുടെ വിവാഹബന്ധം സുന്ദരമായി മാറും, മനോഹരമായി മാറും. ഇന്ന് നടക്കുന്ന മിക്കവാറും ത്വലാഖുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാരണം ഒന്നുകിൽ ഭർത്താവിൻ്റെ അവിഹിത ബന്ധമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ അവിഹിത ബന്ധമാണ്. അല്ല, അവിഹിത ബന്ധത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംശയാസ്പദമായിട്ടുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളും ചാറ്റുകളും വിളികളൊക്കെ തന്നെയാണ്. സാധാരണഗതിയിൽ പറയാറുള്ള ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ രാത്രി കൊണ്ട് തൻ്റെ എല്ലാ ഭാര്യമാരുടെ അടുക്കൽ പോവുകയും അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ള ഹദീസ്. ആ ഹദീസ് ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ പറയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പേരുടെ ലൈംഗിക ശക്തി കിട്ടിയ പുരുഷനാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഏറ്റവും സുന്ദരമായിട്ടുള്ള വൈവാഹിക ജീവിതം നയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. അത് ലൈംഗിക ബന്ധത്തിൽ മാത്രമല്ല, മാനസികമായുള്ള അടുപ്പത്തിൽ, തൻ്റെ ഭാര്യമാരോടുള്ള മാനസികമായിട്ടുള്ള സ്നേഹത്തിൽ. എന്തുകൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാമിലി, ഭാര്യയുമായിട്ടുള്ള ബന്ധം അത് മാനസികമായിട്ടും ലൈംഗികമായിട്ടും വളരെ സക്സസ്ഫുൾ ആകുന്നത്? എന്താ അതിൻ്റെ പിറകിലുള്ള കാരണം? അതിനുള്ള പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ ഭാര്യയോടൊപ്പം, ഒരു സ്ത്രീയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, ലൈംഗികമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുക, മാനസികമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുക എന്നൊരാഗ്രഹം ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് നമുക്കതൊരു 100 വെക്കാം. 100% ഉണ്ട് നേരത്തെ. അപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഏറ്റവും ഗുരുതരമായുള്ളൊരു കാര്യം എന്താ? ഒരാളുടെ മനസ്സിൽ 100% ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള താല്പര്യം, ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ 1% അവനൊരു അന്യ സ്ത്രീയെ നോക്കുന്നതിലൂടെ ചെലവഴിച്ചു.
1% ഒരു ഫോട്ടോയെ നോക്കുന്നതിലൂടെ അവൻ ചെലവഴിച്ചു. ഒരു 10% ചില വീഡിയോസ് കാണുന്നതിലൂടെ അവൻ ചെലവഴിച്ചു. ഒരു 10% ഒരു ഹറാമായ ചില പാട്ടുകൾ കാണുന്നതിലൂടെ അവൻ ചെലവഴിച്ചു. ഒരു 10% അവന് ഹറാമായ അവിഹിതമായിട്ടുള്ള അന്യ സ്ത്രീയുമായിട്ട് ഫോൺ വിളിയിലൂടെ അവൻ ചെലവഴിച്ചു. ഒരു 10% മറ്റൊരു ചാറ്റിങ്ങിൽ കൂടെ അവൻ ചെലവഴിച്ചു. അങ്ങനെ പലയിടത്തിലും ചെലവഴിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ ആ 100-ൽ ബാക്കി ഉണ്ടാവുക വെറും 10-20% മാത്രമായിരിക്കും. ആ 10-20% സ്നേഹവും പ്രണയവും പ്രേമവും ലൈംഗികതയും മാത്രമാണ് അയാൾ സ്വന്തം ഭാര്യയോടൊപ്പം ചെലവഴിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അത്ര പ്യൂരിറ്റി മാത്രമേ ഉണ്ടാവും, അത്ര കളങ്കത മാത്രമേ ഉണ്ടാവും, അത്ര സൗരഭ്യവും സൗന്ദര്യവും മാത്രമേ ഉണ്ടാവും. അതേസമയം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈംഗികതയും പ്രവാചകൻ്റെ ഭാര്യയോടുള്ള പ്രണയവും ഏറ്റവും സുന്ദരമായതിൻ്റെ പിറകിലുള്ള കാരണം എന്താ? പ്രവാചകന് 100% പ്രണയം, 100% പ്രേമം, 100% ലൈംഗികത, അത് ഒരിടത്തും ചെലവഴിക്കപ്പെട്ടിട്ടില്ല. എങ്ങോട്ടും ഹറാമായൊരു കാര്യത്തിലേക്ക് നോക്കിയിട്ടില്ല, ഹറാമായൊരു കാര്യം കേട്ടിട്ടില്ല, എന്ന് മാത്രമല്ല മനസ്സിൽ ചിന്ത പോലും ആയിട്ട് വന്നിട്ടില്ല. ഒരന്യ സ്ത്രീയെക്കുറിച്ച്, ഒരന്യ സ്ത്രീയുടെ നഗ്നതയെക്കുറിച്ച് ഒരു ചിന്തയായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും പ്രവാചകൻ്റെ പ്രേമം, പ്രണയം, ലൈംഗികത ഇതെല്ലാം 100% ഉപയോഗിക്കപ്പെടാതെ ഉണ്ട്. ആ 100% റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിക്കുന്നത് തൻ്റെ ഭാര്യയോടൊപ്പമാണ്. അവൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈംഗിക ജീവിതം ഏറ്റവും സുന്ദരമായി മാറൂലേ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേമ ജീവിതം ഏറ്റവും മനോഹരമായി മാറൂലേ? ആ ഹദീസിന് അങ്ങനെയാണ് വിവക്ഷിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖൈർ, തൻ്റെ ഭർത്താവിനെ കണ്ട ഉടനെ സുലൈഖ പ്ലേറ്റ് മറിക്കുകയാണ്. അത്രയും നേരവും യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ച സുലൈഖ ആ ഭർത്താവിനെ കണ്ട ഉടനെ പറയുകയാണ്, ഖാലത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂഅൻ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൻ അലീം. നിങ്ങളിതാ കണ്ടില്ലേ, ബി അഹ്ലിക എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അഹ്ലിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങളെ വീട്ടുകാരനായ നിങ്ങളുടെ ഭാര്യയോട് ഇതാ നമ്മുടെ ഈ അടിമ, നമ്മുടെ ഈ വീട്ടിലുള്ള ഇവൻ അപമര്യാദയോട് പെരുമാറിയിരിക്കുന്നു, പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. മാ ജസ, എന്ത് പ്രതിഫലമാണ് നിങ്ങൾ അവന് കൊടുക്കാൻ പോകുന്നത്? എന്താ കൊടുക്കേണ്ടതെന്ന് സുലൈഖ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ലാ യുസ്ജനോ അദാബുൻ അലീം, അവന് ജയിലിലിടുകയാണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊടുക്കുകയാണോ? ചട്ടവാറ് കൊണ്ടുള്ള അടി, ശരീരത്തിൽ ചൂട് പിടിപ്പിക്കുക, ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക, അത്തരത്തിലുള്ള അതികഠിനമായിട്ടുള്ള ശിക്ഷകളൊക്കെയാണല്ലോ അക്കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ശിക്ഷയാണോ കൊടുക്കുന്നത്, അതല്ല ജയിലിടുകയാണ് ചെയ്യുന്നത്? കൊടുക്കേണ്ട ശിക്ഷ പോലും പറയാണ്. നമ്മൾ ശ്രദ്ധിക്കണേ, ഒരൊറ്റ നിമിഷത്തിൽ, ഒരു വാതിൽ തുറക്കുന്ന മൂമെൻറ്റിൽ, ഒരു സെക്കൻഡിലാണ് സുലൈഖയുടെ സ്വഭാവം മാറുന്നത്, സുലൈഖയുടെ പ്ലാനിങ് മാറുന്നത്. ഇതൊന്നും വളരെ നിസ്സാരമായിട്ടുള്ള കേവലമായിട്ടൊരു കഥയായിട്ട് മാത്രം നമ്മൾ കേട്ടുപോകരുത്. ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക അരാജകത്വ പ്രശ്നമാണിത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ, ഇന്ന് നമ്മുടെ കോടതികളിൽ എത്ര പീഡന കേസുകൾ വരുന്നുണ്ട്. പീഡന കേസുകളിൽ 100% ശിക്ഷിക്കപ്പെടാറുള്ളത് പുരുഷനാണ്. കാരണം സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കും സ്ത്രീകൾക്ക് അനുകൂലമാണ്. ആ സ്ത്രീകൾക്ക് അനുകൂലമായി ഉണ്ടാക്കിയ നിയമങ്ങൾ, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പേരിലുള്ള നിയമങ്ങൾ, അത് പുരുഷനോട് അനീതി ചെയ്യുന്നു. എങ്ങനെയാണ് ഈ അനീതി സംഭവിക്കുക? ഉദാഹരണത്തിന് കോടതികളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്ന, പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുന്ന പീഡന ബലാത്സംഗ പരാതികൾ അത് 2 തരത്തിലാണ്. ഒന്ന്, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ നടന്ന പീഡനം. റോഡ് വഴിയിൽ കൂടി ഒരു സ്ത്രീ നടന്നു പോകുന്നു, പെട്ടെന്ന് റോട്ടിലുണ്ടായിരുന്ന ഒരു യാചകൻ, ഒരു ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ കയറി പിടിച്ചു. അങ്ങനെ പീഡനം നടക്കാം. അതല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പെൺകുട്ടിയെ അധ്യാപകൻ ലൈംഗികമായി പീഡിപ്പിച്ചു, അങ്ങനെയും പീഡനം നടക്കാം. അത്തരം സാഹചര്യങ്ങളിൽ കുറ്റം ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുക്കണം എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ അതല്ലാത്തതായിട്ടുള്ള പീഡനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അതെങ്ങനെയാണ്? ഒരു പുരുഷനും ഒരു സ്ത്രീയും പരസ്പര സമ്മതത്തോടുകൂടി അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിനെ കൺസെൻറ്റ് എന്നൊക്കെയാണ് പുതിയ കാലത്തെ പൊതുബോധത്തിൽ പറയുക. അവർ ചിലപ്പോൾ പ്രണയത്തിലായിരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതൊന്നല്ലെങ്കിൽ കേവലമായിട്ടുള്ള ലൈംഗികതയുടെ പേരിലായിരിക്കും.
പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ മാനസികമായി അകലുന്നു, വിവാഹം ക്യാൻസലാകുന്നു. വിവാഹം ക്യാൻസലായാൽ അല്ലെങ്കിൽ ആ പ്രേമബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആ പെൺകുട്ടി ചെയ്യുന്ന കാര്യം എന്നെ ഇവൻ പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുക്കലാണ്. അപ്പോൾ പെൺകുട്ടിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കാരണം പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരില്ല, അവളുടെ ഫോട്ടോ പേരോ ഒന്നും പുറത്തു വരില്ല. അതേ സമയത്ത് ഇവളുടെ കേവലമായൊരു പരാതിയുടെ പേരിൽ മാത്രം ഈ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ പത്രത്തിൽ വരും, അവൻ്റെ പേര് അച്ചടിച്ച് വരും, അവൻ സമൂഹത്തിൽ അവഹേളിക്കപ്പെടും. ശരിക്കലും അവളീ പറയുന്ന ഹറാം, അവളീ പറയുന്ന ആ ബന്ധം അത് രണ്ടുപേരുടെയും കൺസെൻറ്റോടുകൂടി നടന്നതാണ്. അത് നടന്നതിന് ശേഷമാണ് രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരു യാത്ര പോകുന്നു, ഒന്നിച്ച് ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നു, കൃത്യമായി പ്ലാൻ ചെയ്തൊരു സ്ഥലത്ത് വെച്ച് ഒരു സമയത്ത് നടക്കുന്നു. ഇതെല്ലാം നടന്നതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരനിൽ പെൺകുട്ടി ആരോപിക്കുന്നത്. അപ്പോൾ ആ സമാനമായ സംഭവമാണ് സുലൈഖയിലും കാണുന്നത്. സുലൈഖ യൂസുഫ് അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചു, എന്നിട്ട് കുറ്റം പ്ലേറ്റ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുകളിലേക്ക് ഒരു സെക്കൻഡിനടക്കം മറിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സുലൈഖ ചെയ്യുന്നത് ഖദ്ഫാണ്, വ്യഭിചാരാരോപണം നടത്തുക. യൂസുഫ് അലൈഹി ഇസ്ലാം അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിൽ നിന്ന് കൊതറി ഓടുകയാണ് ചെയ്തത്. അങ്ങനെ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇസ്തനിബു അസ്വാൽ മുബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. വൻപാപങ്ങൾ തൗബ ചെയ്താൽ മാത്രമാണ് അള്ളാഹു പുറത്തു നൽകുകയുള്ളൂ. അതിൽ ഒന്നാമത്തത് ശിർക്കും ബിൽ, അള്ളാഹുവോട് പങ്കുചേർക്കലാണ്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് പോലെ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുന്നവർ അള്ളാഹുവോട് ദുആ ചെയ്യുന്നത് പോലെ മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഇബാദത്തെടുക്കുകയൊക്കെ ചെയ്യുക. അള്ളാഹു അല്ലാത്ത മറ്റ് സൃഷ്ടികളെ ആരാധ്യനായിട്ട് കണക്കാക്കുക, അതൊക്കെ ശിർക്കാണ്. അങ്ങനെ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ തൗബ ചെയ്താൽ മാത്രം പോരാ, അയാൾ കലിമത്തു ഷഹാദത്ത് ചൊല്ലി വീണ്ടും ഇസ്ലാമിലേക്ക് മടങ്ങി വരണം. അതേസമയം ബാക്കിയുള്ള വൻപാപങ്ങൾ അത് തൗബ ചെയ്താൽ മാത്രമാണ് പൊറുക്കപ്പെടുക, അതല്ലാതെ സൽക്കർമ്മങ്ങളുടെ പേരിൽ പൊറുക്കപ്പെടില്ല. ഇപ്പോൾ സൽക്കർമ്മങ്ങളുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇപ്പോൾ കളവ് പറയുക എന്നുള്ളത് വൻപാപല്ല, ചെറുപാപാണ്. അത് പൊറുക്കപ്പെടും. എങ്ങനെ? ഉദാഹരണത്തിന് ഒരാൾ വുളു എടുക്കുന്നു. വുളു എടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് ചെയ്ത ഹറാമുകളൊക്കെ പൊറുക്കപ്പെടും. കൈകൾ കൊണ്ട് ചെയ്ത ഹറാമുകളൊക്കെ ആ കഴുകുന്ന വെള്ളത്തിനോടൊപ്പം അള്ളാഹു പുറത്തു നൽകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. സമാനമായിട്ടുള്ള പല കർമ്മങ്ങൾ, ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ദിവസം ഒരാൾ നന്നായി കുളിച്ചു, അത്തർ പൂശി, ശരീരം മൊത്തം ശുദ്ധിയായി എണ്ണ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നേരത്തെ പോയി പള്ളിയിലെ ഖുത്ബ ശ്രദ്ധിച്ച് കേട്ടാൽ അയാളുടെ ആ വെള്ളിയാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇടയിൽ എന്തൊക്കെ പാപകർമ്മം സംഭവിച്ചിട്ടുണ്ട് അത് അള്ളാഹു പുറത്തു നൽകും. അറഫാ ദിനം പാപങ്ങൾ പൊറുപ്പിക്കും. അങ്ങനെ പല ഇബാദത്തുകളുണ്ടല്ലോ. അത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുന്നത് ഇത്തരം ചെറുപാപങ്ങളാണ്. വൻപാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹുവോട് തൗബ ചെയ്യുക തന്നെ വേണം. അപ്പോൾ ശിർക്ക് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ, മാരണം ചെയ്യൽ വളരെ വിപുലമാണ്. വ്യഭിചാരവും ലഹരിയും എത്രത്തോളം സമൂഹത്തിൽ നിന്ന് വ്യാപകമാണോ അത്രത്തോളം സമൂഹത്തിൽ സിഹർ വ്യാപകമാണ്. സിഹർ ഇല്ല എന്നൊക്കെ പറയും, സിഹറുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അസൂയയുടെ പേരിൽ കുടുംബങ്ങളിലൊക്കെ സിഹർ ചെയ്യുന്നത്. സിഹറിൻ്റെ എത്ര പ്രശ്നങ്ങളാണ് ദിവസവും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. മൂന്നാമത്തെ ഖത്ലുൽ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമായി ഒരു മനുഷ്യനെ വധിക്കുക. 4 അക്ലു റിബ, പലിശയുടെ പണം തിന്നുക. ലോണിടപാട് നടത്തിയിട്ട് അതിൽ കൂടി കിട്ടുന്ന ലാഭം തിന്നുക, ലോണിൻ്റെ പൈസ തിന്നുക, അത് വൻപാപമാണ്. വാക്ലി മാലിൽ യത്തീമിൻ്റെ സമ്പത്ത് തിന്നുക, യത്തീഖാനയുടെ സമ്പത്തൊക്കെ സൂക്ഷ്മതയില്ലാതെ ഉപയോഗപ്പെടുത്തുക, അത് വൻപാപമാണ്. വത്തവല്ലി യൗമ സഹ്ഫ്, യുദ്ധരണാങ്കണത്തിൽ വെച്ച് വിരണ്ടോടുക വൻപാപത്തിൽപ്പെട്ടതാണ്. വിരണ്ടോടുക, യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഓടിക്കളയുക, അത് വൻപാപത്തിൽപ്പെട്ടതാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ പാപകർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പതിവ്രതകളായ നല്ല സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാരാരോപണം നടത്തൽ, അതും വൻപാപമാണ്. എത്ര വ്യഭിചാരാരോപണങ്ങൾ നമുക്ക് കേൾക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നത്തിലാവും. പ്രശ്നത്തിലായതിൻ്റെ പേരിൽ ഭാര്യയെപ്പറ്റി ഭർത്താവ് വ്യഭിചാരാരോപണം നടത്തും, ഭർത്താവിനെ പറ്റി ഭാര്യ നടത്തും. അത് വൻപാപത്തിൽപ്പെട്ടതാണ്, വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇതിൽ തന്നെ സൂചിപ്പിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുലൈഖ
ഒരു പാപകർമ്മം ചെയ്യാൻ തീരുമാനിച്ചു. ആ പാപകർമ്മം ചെയ്യാൻ വേണ്ടി മറ്റ് പല ഹറാമുകളും സുലൈഖ ചെയ്യാണ്. മഹാനായ ഇബ്നു തൈമിയ റഹ്മഹുള്ള പഠിപ്പിക്കുന്നുണ്ട്, ഒരു പാപത്തിൻ്റെ ശിക്ഷ ആ പാപത്തിന് ശേഷം വേറൊരു പാപം കൂടി, വേറൊന്നല്ലോ ഒരുപാട് പാപങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു പാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷ, അല്ലേ? ഒരാൾ ഒരു വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ അത് മാത്രമാണ് അയാൾ ചെയ്യുക, അല്ല. അയാൾ അതിനു വേണ്ടി ഭാര്യയോട് കളവ് പറയേണ്ടി വരും, ഉമ്മാനോട് കളവ് പറയേണ്ടി വരും, മറ്റ് പല കളവുകളും നടത്തേണ്ടി വരും, അതിനുവേണ്ടി പണം മോഷ്ടിക്കേണ്ടി വരും. അങ്ങനെ ഒരു കുറ്റം, ഒരു ഹറാമ് ചെയ്യാൻ വേണ്ടി പല ഹറാമുകളും പല കുറ്റങ്ങളും അതിനോടൊപ്പം ചെയ്യും. അങ്ങനെ ഹറാമുകൾ ചെയ്ത് ചെയ്ത് മനുഷ്യൻ്റെ മനസ്സ് കറുത്തിരുണ്ടു പോകും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ആളുകൾ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ പേരിൽ അവരുടെ ഹൃദയങ്ങൾ കറുത്ത് കരിപിടിച്ചു പോകും. അങ്ങനെ കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ പാപകർമ്മങ്ങളൊന്നും ചെയ്യുന്നത് അവന് ഗൗരവമായി കാണാൻ സാധിക്കില്ല. പിന്നെ പാപകർമ്മങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ട് അവന് തോന്നും. അതാണ് തൊട്ടു മുമ്പുള്ള സൂറത്തുൽ യൂസുഫിലൊക്കെ സവ്വലത്തിലേക്കും അംഫുസുക്കും അമറ, പാപകർമ്മം ചെയ്യുമ്പോൾ ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ നല്ലതാണെന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. അതുപോലെ തന്നെ ശൈത്താൻ തോന്നിപ്പിക്കുന്ന മറ്റൊരു തോന്നലാണ് താൻ ചെയ്ത കുറ്റത്തെ വേറുള്ള ആളുകളുടെ മേൽ പരിചാരുക. ഇവിടെ അല്ലേ സുലൈഖ താൻ ചെയ്ത കുറ്റത്തെ യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ മുകളിലിട്ടു. ശൈത്താനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ശൈത്താനോട് ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. സുജൂദ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് കാണിച്ച അനുസരണക്കേടിൻ്റെ കുറ്റത്തെ അള്ളാഹുവിൻ്റെ മുകളിൽ തന്നെയാണ് ഇബ്ലീസ് ഇട്ടത്. എന്താ പറഞ്ഞത്? ഖാല റബ്ബി മാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും. അള്ളാഹുവെ, നീയാണ് എന്നെ വഴികേടിലാക്കിയത്, നീ എന്നെ വഴികേടിലാക്കിയതിൻ്റെ പേരിലാണ് ഞാൻ ആദം അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാതിരുന്നത്. താൻ ചെയ്ത ഹറാമിൻ്റെ കുറ്റം വേറുള്ള ആൾക്കാരുടെ മുകളിലിടുക. ഇതൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. സുലൈഖയും യൂസുഫ് അലൈഹി ഇസ്ലാമും തമ്മിലുള്ള ഈ സംഭവം അത് കേവലമായിട്ട് ആസ്വാദനത്തോടു കൂടി നമ്മൾ കേട്ട് അവസാനിപ്പിക്കേണ്ട ഒരു സംഭവമല്ല, മറിച്ച് ഒരുപാട് പാഠങ്ങൾ ഈ സംഭവം നമുക്ക് നൽകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഹറാമുകളിൽ നിന്നും ഫാഹിഷത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.